ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശ്യം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവദീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരു തം നമാമി. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം അർത്ഥസഹിതം നമ്മൾ വിശദീകരിക്കുന്നതിൻ്റെ 10ാമത്തെ ഭാഗം, സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 3ാമത്തെ ശ്ലോകത്തിലേക്കാണ് ഇന്ന് കടക്കുന്നത്. കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ 2 ഭാഗങ്ങളിലായി നമ്മൾ വിശദീകരിച്ചിരുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും അത് മനസ്സിലാക്കി ഭക്തിയോടുകൂടി ആ അർത്ഥം മനസ്സിലാക്കി ഭഗവാനെ സ്തുതിക്കുവാൻ ആരംഭിച്ചു കാണുമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ശ്ലോകങ്ങളിലൂടെ ഭഗവാനെ നമ്മൾ സ്തുതിച്ച ഭാഗം ഒന്നുകൂടെ കടന്നു പോകുന്നു. ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷസാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷര ഏവച. ഈ 2 ശ്ലോകങ്ങളായിരുന്നു 2 ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അടുത്തത് ഇന്ന് 3ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. യോഗോ യോഗവിദാം നേത പ്രധാന പുരുഷേശ്വരഃ നാരസിംഹ വപുഃ ശ്രീമാൻ കേശവഃ പുരുഷോത്തമഃ. നമുക്ക് ഈ ശ്ലോകത്തിലെ ഓരോ ഭഗവത് നാമങ്ങളെയും വിശകലനം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ യോഗോ, യോഗ, യോഗ, യോഗവിദ നേത. യോഗ എന്നുള്ള ആ നാമം ഭഗവാന്റെ 1000 ഗുണങ്ങളെ വർണ്ണിക്കുന്നതാണ് ഈ സഹസ്രനാമ സ്തോത്രത്തിലെ ഓരോ നാമങ്ങളും. അപ്പോൾ യോഗം എന്ന വാക്കിലൂടെ, യോഗം എന്ന പദത്തിലൂടെ എന്താണ് വിവക്ഷിക്കുന്നതെന്ന് നോക്കാം. യോഗത്തിലൂടെ, അതായത് യോഗം എന്ന് വെച്ചാൽ നമ്മുടെ ചിത്തവൃത്തികളൊക്കെ അടങ്ങി, അതായത് മനസ്സടങ്ങുമ്പോൾ മാത്രം അറിയുന്ന ആളാണ് യോഗത്തിലൂടെ അറിയുന്ന ആള്. നമ്മൾ യോഗത്തിൽ അല്ലാതെ ഭൗതികത്തിൽ ജീവിക്കുമ്പോൾ അറിയുന്നവരാണ് ഇവിടെ കാണുന്നതെല്ലാം. അറിയുന്ന മനുഷ്യരെയും സാഹചര്യങ്ങളെയും സ്ഥൂല സൂക്ഷ്മമായിട്ടുള്ള എല്ലാറ്റിനെയും പക്ഷിമൃഗാദികളെയൊക്കെ നമ്മൾ മനസ്സടങ്ങാതെ ഭൗതികത്തിൽ ജീവിക്കുമ്പോൾ കാണുന്ന ഈ കാഴ്ചകളാണ്. എന്നാൽ യോഗത്തിൽ ചേരുമ്പോൾ, യോഗം സാധനയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമ്മുടെ ചിത്തവൃത്തികളെയും ഇവിടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് ക്രമേണ വേരറുത്തിട്ട് നമ്മുടെ ആ മനസ്സിലെ എല്ലാ കർമ്മങ്ങളും തിരകളും അടങ്ങിക്കഴിയുമ്പോഴാണ് യോഗത്തിലൂടെ നാം ഭഗവാനെ അനുഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നതും കേൾക്കുന്നതും അനുഭവപ്പെടുന്നതും ഒന്നും നമ്മുടെ മനസ്സിനെ അലോസരപ്പെടുത്താതെ, മനസ്സിലേക്ക് അതൊന്നും പ്രവേശിക്കാതെ ഏകമായ ആ ഒരു പരമ ചൈതന്യത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അങ്ങനെ യോഗത്തിലൂടെ മാത്രം അറിയുന്ന ആളാണ് യോഗേശ്വരനായ നമ്മുടെ ഭഗവാൻ. അതാണ് യോഗ എന്ന പദത്തിന്റെ അർത്ഥം, യോഗത്തിലൂടെ അറിയുന്ന ആൾ. അടുത്തത് യോഗവിദാം നേത. യോഗവിദാം, യോഗവിത്ത്. യോഗവിത്ത് എന്ന വാക്കിന് അർത്ഥം യോഗത്തെ അറിഞ്ഞവർ, അതായത് ആ യോഗത്തെ, ഭഗവാനെ അറിഞ്ഞവർ. യോഗത്തിലൂടെ അറിയുന്ന ആളാരാണ്? ഭഗവാൻ. അപ്പോൾ ആ ഭഗവാനെ അറിഞ്ഞവർ, നമ്മുടെ മനസ്സിലെ വൃത്തികളെല്ലാം അവസാനിച്ചിട്ട് ഭഗവാനെ മാത്രം അതിൽ പ്രതിഷ്ഠിച്ച് ആ ഭഗവാനെ അറിയുന്ന ആ പ്രവൃത്തിയാണ് യോഗവിത്ത്. യോഗത്തിലൂടെ ആ നേടുന്ന ജ്ഞാനം. ആരെയാണോ യോഗത്തിലൂടെ അറിയുന്നത്, മാനസികമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം, അതായത് ചിത്തവൃത്തികളെല്ലാം നിരോധിച്ച ശേഷം ആർക്കു വേണ്ടിയാണോ മനസ്സ് തുറന്നു കൊടുക്കുന്നത്, അങ്ങനെ യോഗത്തിലൂടെ ആ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഏകീഭാവത്തെ അറിയുന്നതിനെയാണ് യോഗവിത്ത് എന്ന് പറയുന്നത്. യോഗവിദാം നേത. നേത എന്ന് വെച്ചാൽ നേതാം, അവരുടെയൊക്കെ ആ നേതാവായി, യോഗത്തിലൂടെ ഭഗവാനെ അറിയുന്ന യോഗികളുടെ നേതാവ്, അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന, അവരുടെ യോഗക്ഷേമം നടത്തുന്ന ആളാണ് യോഗവിദാം നേത എന്ന വാക്കുകൊണ്ട് നമ്മൾ ഭഗവാനെ വർണ്ണിക്കുന്നത്. അടുത്ത പദം
പ്രധാന പുരുഷേശ്വര, പ്രധാന പുരുഷേശ്വരൻ. അതായത് നമ്മൾ ഈ പ്രകൃതിയെ ഭഗവാൻ സൃഷ്ടിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാനിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ആ മായ പ്രകൃതി, ഈ പ്രകൃതിയെയാണ് ഭഗവാൻ തന്റെ ഇച്ഛ നടപ്പിലാക്കുവാൻ വേണ്ടി ഓരോ ഈ പ്രകൃതിയെ സൃഷ്ടിക്കുവാനുള്ള കർമ്മങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ആ സൃഷ്ടി ഓരോ ജീവജാലങ്ങളെയും പ്രകൃതീശ്വരിയായ ദേവി മായ പ്രകൃതി സൃഷ്ടിക്കുന്നു. ആ സൃഷ്ടിക്കുന്ന ഇവിടുത്തെ ഓരോ ജീവാത്മാവിനെയും പ്രധാന പുരുഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രധാന പുരുഷന്റെ ഈശ്വരനായിട്ടിരിക്കുന്നവൻ, അതായത് ജീവാത്മാക്കളുടെ എല്ലാം നാഥനായിരിക്കുന്ന ഭഗവാനാണ് പ്രധാന പുരുഷേശ്വരൻ. പ്രധാന പുരുഷന്മാരുടെ എല്ലാം ഈശ്വരനായിരിക്കുന്നവൻ, ജീവാത്മാക്കളിലെല്ലാം എല്ലാ ജീവനുകളിലും നിലനിൽക്കുന്ന ആത്മചൈതന്യത്തിന്റെ ഉടയവനായിരിക്കുന്നവൻ, നാഥനായിരിക്കുന്നവൻ, അതാണ് പ്രധാന പുരുഷേശ്വരൻ. പുരുഷന്മാരിൽ, അതായത് ജീവാത്മാക്കളെ എല്ലാം നമ്മൾ ആത്മാക്കളിൽ നിന്നാണ് എന്ന് പറയുന്നത്. ഇവിടെ പുരുഷാർത്ഥങ്ങൾ, പുരുഷൻ എന്ന രീതിയിലാണ് ഇവിടുത്തെ ജീവാത്മാക്കളെ എല്ലാം നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ജീവാത്മാക്കളാകുന്ന പ്രധാന പുരുഷന്മാരുടെ എല്ലാം ഈശ്വരനായിരിക്കുന്നവൻ, അതാണ് പ്രധാന പുരുഷേശ്വരൻ. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് ഇന്ന്, ഭഗവാന്റെ 3 ഗുണങ്ങളാണ് പറഞ്ഞത്. യോഗ എന്ന യോഗത്തിലൂടെ മാത്രം അറിയുന്ന ആ ഗുണം, ഭഗവാനെ അറിയണമെങ്കിൽ യോഗത്തിലൂടെ സാധിക്കൂ. അത് കഴിഞ്ഞ് യോഗവിദാം നേതാ, യോഗവിത്തുക്കളുടെ എല്ലാം നേതാവായിരിക്കുന്നവൻ, യോഗവിത്തുക്കൾ, യോഗത്തിലൂടെ ഭഗവാനെ അറിഞ്ഞവരുടെ എല്ലാം യോഗവും ക്ഷേമവും നടപ്പിലാക്കുന്ന ആ പ്രധാന നേതാവായിരിക്കുന്ന ആൾ, അതാണ് ഭഗവാന്റെ മറ്റൊരു ഗുണം. അതുപോലെ പ്രധാന പുരുഷേശ്വരൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ ജീവാത്മാക്കളാവുന്ന ആ പ്രധാന പുരുഷന്മാരുടെ എല്ലാം ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ. യോഗവിദാം നേതാ പ്രധാന പുരുഷേശ്വര. അടുത്ത നാമമാണ് നാരസിംഹ വപുഹു. നാരസിംഹ വപുഹു. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഭഗവാന്റെ ഏത് ഗുണമാണ് അതിൽ വർണ്ണിക്കുന്നതെന്ന്. അതായത് നരസിംഹമൂർത്തിയായി, വപു എന്ന് വെച്ചാൽ ശരീരമെന്നാണ് അർത്ഥം. നരസിംഹമൂർത്തിയായി ശരീരം സ്വീകരിച്ചുകൊണ്ട് തന്റെ ഭക്തനെ രക്ഷിക്കുവാൻ തയ്യാറായവൻ, അല്ലെ തന്റെ ഭക്തനെ രക്ഷിച്ചവൻ, ഭഗവാന്റെ ആ ഗുണമാണ് ആ ഒരു നാമത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. നാരസിംഹ വപുഹു. നരസിംഹ രൂപത്തിൽ, നരസിംഹമൂർത്തിയായി ശരീരം സ്വീകരിച്ചുകൊണ്ട് തന്റെ ഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടി ജന്മമെടുത്ത ആ ഭഗവാന്റെ ഗുണത്തെക്കുറിച്ച് നമുക്ക് സ്മരിക്കാം, പ്രാർത്ഥിക്കാം. അടുത്തത് ശ്രീമാൻ. ശ്രീ എന്ന് വെച്ചാൽ എന്താണ്? ഐശ്വര്യ ദേവതയായ മഹാലക്ഷ്മിയാണ് ശ്രീ. ശ്രീമാൻ, ഐശ്വര്യ ദേവതയെ എപ്പോഴും മാറിൽ അണിയുന്നവൻ എന്നാണ് അതിന്റെ ചുരുക്കാർത്ഥം. ശ്രീമാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥം ഐശ്വര്യ ദേവതയെ തന്റെ മാരടത്തിൽ അണിഞ്ഞവൻ. ഇപ്പോൾ ദേവിയുടെ ഇരിപ്പിടം എവിടെയാണ്? ഭഗവാന്റെ മാരടത്തിലാണ്. പാലാഴി മഥനത്തിലൂടെ അനേകം സാധനങ്ങൾ ഇങ്ങനെ ഉയർന്നു വന്നു. അതിൽ ലക്ഷ്മി ദേവി ഭഗവാന്റെ സമീപത്തെത്തി. ഭഗവാൻ ആ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ദിവ്യമായ ദേവിയാണ് ആ പാലാഴി മഥനത്തിലൂടെ പുറത്തേക്ക് വന്നത്. അപ്പോൾ ആ ദേവിക്ക് കൊടുക്കാനുള്ള ഏറ്റവും പരമമായ സ്ഥാനം കൊടുക്കേണ്ടത് ഭഗവാന്റെ കടമയാണ്. അതിനാണ് ഭഗവാൻ തന്റെ ഹൃദയത്തിൽ, തന്റെ നെഞ്ചിൽ, തന്റെ മാറിടത്തിലാണ് ഭഗവാൻ ആ ദേവിക്ക് സ്ഥാനം കൊടുത്തത്. അതുകൊണ്ടാണ് ലക്ഷ്മി ദേവി ഭഗവാന്റെ മാറിൽ എപ്പോഴും സ്ഥാനം കണ്ടിരിക്കുന്നത് കൊണ്ടാണ് ശ്രീമാൻ എന്ന ആ ഒരു വിശേഷണം ഭഗവാന് ഉള്ളത്. അപ്പോൾ ദേവിയുടെ സ്ഥിരമായ ഇരിപ്പിടം, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇരിപ്പിടമുണ്ടല്ലോ. ഭഗവാൻ അനന്തശായി എന്ന് പറയുന്ന പോലെ ബ്രഹ്മദേവൻ ഭഗവാന്റെ നാഭിയിൽ വന്ന താമരയിലാണ് ഭഗവാന്റെ ഇരിപ്പിടം. സാക്ഷാൽ ശിവ ഭഗവാൻ കൈലാസനാഥനായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടം എവിടാണെന്ന് ചോദിച്ചാൽ ഭഗവാന്റെ മാറിടത്തിലാണ്. അപ്പോൾ ആ ഭഗവാന്റെ വക്ഷസിൽ ശോഭിക്കുന്ന ദേവി, അപ്പോൾ ആ ദേവി മറ്റെവിടെ പോയാലും
ഭക്തർ വിളിക്കുന്നു ദേവിയെ. നമ്മൾ ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും ഒക്കെ സ്ഥിരമായി ജപിക്കുന്നവരുടെ അടുത്ത് ദേവി എപ്പോഴും ഉണ്ടാവും. പക്ഷെ എപ്പോഴും എന്ന വാക്ക് അവിടെ അർത്ഥശൂന്യമാണ്. ദേവി അവരെ അനുഗ്രഹിക്കും, ദേവി അവരോടൊപ്പം അല്പസമയമൊക്കെ ചിലവഴിക്കും. പക്ഷെ ദേവി യഥാർത്ഥത്തിൽ ഇരിക്കുന്ന സ്ഥലത്തേക്കല്ലേ പോകുന്നേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ നമ്മളെ ക്ഷണിക്കുന്നു, ആദരിക്കുന്നു, എവിടെയെങ്കിലുമൊക്കെ വിളിച്ച് നമ്മളെ വളരെ നല്ല സമ്മാനങ്ങളൊക്കെ തന്ന് ആദരിക്കുന്നു. തിരിച്ച് നമ്മൾ അവിടെ കുറച്ചു നേരം സന്തോഷമായിട്ട് അവരോടൊക്കെ ഒപ്പം ചിലവഴിച്ച് അതിന് നന്ദി പ്രകാശനമൊക്കെ നടത്തിയതിന് ശേഷം നമ്മൾ എവിടെ പോകും? നമ്മൾ എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ പോകും. നമ്മൾ എവിടെയാണോ കഴിയുന്നത് അവിടേക്ക് തന്നെ പോകും എന്ന് പറഞ്ഞതുപോലെ ലക്ഷ്മി ദേവിയെ സ്ഥിരമായിട്ട് ആര് ദേവിയെ തന്നെ വിളിക്കുന്നു, ദേവി അവരുടെ ആഗ്രഹമൊക്കെ തൽക്കാലം പൂർത്തീകരിച്ചു കൊടുക്കും, ഐശ്വര്യങ്ങളെല്ലാം കൊടുക്കും. പക്ഷേ സ്ഥിരമായി ലക്ഷ്മി ഒരിടത്ത് നിൽക്കില്ല. ലക്ഷ്മിയും അസ്ഥിരയാണ് എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ലക്ഷ്മി ദേവി അസ്ഥിരയാകാൻ, സ്ഥിരതയായിട്ട് ഒരിടത്ത് നിൽക്കാത്തതിന് കാരണം ഭഗവാന്റെ മാറിടത്തിലാണ് ലക്ഷ്മി ദേവിയുടെ സ്ഥാനം. ആ ഭഗവാൻ എവിടെയുണ്ടോ അവിടെ ദേവിയെ വിളിച്ചില്ലെങ്കിലും സാരമില്ല, ദേവി അവിടെ ഉണ്ടാകും. അപ്പോൾ ഭഗവാനെയാണ് നമ്മൾ പ്രധാനമായി വിളിക്കുമ്പോൾ ദേവി ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ട്. ഭക്തർ ദേവിയെ വിളിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ദേവി നിൽക്കുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യും. എങ്കിലും സ്ഥായിയായി ദേവി ഭഗവാന്റെ ആ വക്ഷസിൽ തന്നെയാണ്. ഭഗവാൻ എവിടെയുണ്ടോ അവിടെ തന്നെയാണ് കുടികൊള്ളുന്നത്. അത് നമ്മൾ നാരായണീയത്തിൽ അത് പറയുന്നുണ്ടല്ലോ. ദേവി ഭഗവാനിൽ തന്നെയാണ് എപ്പോഴും, അല്ലാതെ ഭഗവാനെ വിട്ടിട്ട് ദേവിക്കൊരു സ്ഥാനമില്ല. അപ്പോൾ ശ്രീമാൻ എന്ന വാക്കിന്റെ അർത്ഥം ഇത്ര വിശാലമായി മനസ്സിലാക്കുക. ദേവിയെ വക്ഷസിൽ സ്വീകരിച്ച ആ ഭഗവാൻ ശ്രീമാൻ. അടുത്തത് കേശവൻ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമേ തന്നെ അറിയാം. കേശവൻ ആരാണ്? കേശവൻ നമ്മുടെ ഭഗവാൻ. നല്ല ഭംഗിയുള്ള കേശങ്ങളോട് കൂടിയവൻ എന്ന വാക്കിന്റെ അർത്ഥത്തിൽ കേശവൻ എന്ന് വിളിക്കാം. കേശി എന്ന അസുരനെ വധിച്ചതിനാൽ കേശവൻ എന്ന് വിഷ്ണു പുരാണത്തിൽ നാരദ മഹർഷി പരാമർശിക്കുന്നുണ്ട്. കേശി എന്ന അസുരനെ ശ്രീകൃഷ്ണ അവതാരം എടുത്തു വന്നപ്പോൾ ദ്വാപരയുഗത്തിൽ ഭഗവാൻ അസുരനെ വധിച്ചതുകൊണ്ട് കേശി എന്ന പേര് അർഹനാണ്. അങ്ങനെ കേശി എന്ന അസുരനെ വധിച്ചുകൊണ്ട് കേശവൻ. അതുപോലെ ഭംഗിയുള്ള നല്ല ചുരുണ്ട അളകങ്ങളിങ്ങനെ വീണ് കിടക്കുന്ന നെറ്റിത്തടവും സുന്ദരമായ മുടി അഴകും ഒക്കെയുള്ള ഭഗവാനെ കേശവൻ എന്നും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ പല ഗുണങ്ങളാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കേശവ. അടുത്തത് പുരുഷോത്തമ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഉത്തമ പുരുഷൻ. അതുപോലെ തന്നെ നമ്മൾ ഭഗവത്ഗീത എടുത്ത് പരിശോധിക്കുമ്പോൾ ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ, ഇങ്ങനെ 3 തരത്തിലുള്ള വിഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭഗവത്ഗീതയിലെ 15-ാം അധ്യായത്തിൽ പുരുഷോത്തമ യോഗത്തിലാണത് വിവരിക്കുന്നത്. ക്ഷരപുരുഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരമാണ്. ക്ഷരം എന്ന് വെച്ചാൽ നശിച്ചു പോകുന്നത്. അക്ഷരം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു അക്ഷര ഏവച എന്ന് പറഞ്ഞതിനകത്തിൽ അക്ഷരം എന്ന് വെച്ചാൽ ഒരിക്കലും ക്ഷയം അല്ലെങ്കിൽ നാശം സംഭവിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തത്. ഇവിടെ ക്ഷരപുരുഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തെയാണെന്ന് പറയുന്നത്. ശരീരം നശിച്ചു പോകുന്നതല്ലേ? കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ശരീരത്തിൽ പലതരം മാറ്റങ്ങൾ സംഭവിച്ച് അവസാനം അത് മൃതിയുടെ ഏഴിലേക്ക് പോകുന്നു. വീണ്ടും ശരീരം നഷ്ടപ്പെട്ട ജീവാത്മാവ് കർമ്മഫലം അനുഭവിക്കുവാൻ പുതിയ പുതിയ ശരീരങ്ങൾ തേടുന്നു. അപ്പോൾ ക്ഷരപുരുഷൻ എന്ന് വെച്ചാൽ ശരീരത്തെ സൂചിപ്പിക്കുന്നു. അക്ഷരപുരുഷൻ എന്ന് വെച്ചാലോ ഒരിക്കലും ക്ഷയിക്കാത്ത നശിക്കാത്ത ആത്മാവാണ് ഓരോ ക്ഷരപുരുഷന്റെയും ഉള്ളിൽ ഇരിക്കുന്നത്. അതായത് ഓരോ ശരീരത്തിന്റെ ഉള്ളിലും ഇരിക്കുന്നത് അക്ഷരപുരുഷനായ ഭഗവാനാണ്, ആത്മചൈതന്യമാണ്. ഇനി ഉത്തമ പുരുഷൻ എന്ന് വെച്ചാലോ ആത്മാവിനെ വഹിക്കുന്ന ഒരിക്കലും നാശമില്ലാത്ത ആ പരബ്രഹ്മ ചൈതന്യം. അതാണ് പുരുഷോത്തമ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരുഷൻ എന്ന് പറയുന്നത് ഓരോ ശരീരത്തിലും ഇരിക്കുന്ന ആ ക്ഷരപുരുഷനായ ശരീരത്തിലിരിക്കുന്ന അക്ഷരപുരുഷനാണ് ആത്മാവ്. ആ അക്ഷരപുരുഷനെ സ്വന്തം ശക്തിയിലേക്ക് ലയിപ്പിക്കുന്ന പരമാത്മ ചൈതന്യത്തെ
അക്ഷരപുരുഷന്മാരെ വഹിക്കുന്ന പരമാത്മ ചൈതന്യത്തെയാണ് പുരുഷോത്തമഃ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുരുഷന്മാരിൽ ഉത്തമൻ എന്ന് വെച്ചാൽ ഭൂമിയിൽ കാണുന്ന പുരുഷന്മാരിൽ ഉത്തമനെന്നല്ല, ഭൂമിയിൽ കാണുന്ന എല്ലാവരും പുരുഷന്മാരാണ്. പരമാത്മ ചൈതന്യം ആ ജീവാത്മാവായി കുടികൊള്ളുന്ന ഓരോ ശരീരവും പുരുഷനാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിരുന്നു. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ യോനി വ്യത്യാസമില്ല. ശരീരത്തിൽ വസിക്കുന്ന ആത്മചൈതന്യം പുരുഷനാണ്. ആ പുരുഷന്മാരിൽ ഉത്തമൻ, ആ പുരുഷന്മാരെ എല്ലാം വഹിക്കുന്ന ശ്രേഷ്ഠനായ പരമ്പൊരുളായ ആ പുരുഷോത്തമൻ എന്നാണ് ഭഗവാന്റെ ആ നാമത്തിന്റെ ആ ഗുണ അർത്ഥം, വിശേഷാർത്ഥം പുരുഷോത്തമഃ. അടുത്തത് സർവഹ എന്ന് വെച്ചാൽ നശിക്കുന്നതും നശിക്കാത്തതും സ്ഥൂല സൂക്ഷ്മ രൂപം തുടങ്ങിയ എല്ലാം ഇവിടെ കാണുന്ന എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്. സർവ്വതിൻ്റെ ഉടമയാണ് ഭഗവാൻ. സർവഹ എന്ന് വെച്ചാൽ എല്ലാം ഇവിടെ എന്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നോ, നോക്കിയാലും കാണാത്തതെന്തെല്ലാം എന്തൊക്കെയുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഒരു ചെറിയ ജീവിതത്തിൽ നമ്മൾ ബാല്യം വരെയോ ഒന്നും അറിയാതെ, ബാല്യം, ശൈശവം, കൗമാരം വരെയൊക്കെ നമുക്ക് എന്ത് കാര്യം അറിയാം? വീടിന്റെ പരിസരവും നമ്മൾ പഠിക്കുന്ന ചെറിയ കുട്ടികളുടെ സ്കൂളുകളും ആ സ്കൂളിന്റെ മുതിർന്ന ക്ലാസ്സുകളും ഇത്രയൊക്കെയുള്ള ജ്ഞാനമോ അല്ലെങ്കിൽ പാഠ്യപുസ്തകത്തിലെ അറിവുകളൊക്കെ അല്ലേ ഉള്ളൂ ഒരു കൗമാരപ്രായം വരെയും. അത് കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുമ്പോൾ ജോലിക്കും അല്ലെ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കാര്യങ്ങൾക്കും ജോലിക്കും വേണ്ടി ഓടുന്നവൻ എങ്ങനെ അറിയാനാണ് പ്രപഞ്ചത്തിന്റെ ഈ ഘടനകളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ഇവിടെയുള്ള സംഭവങ്ങളെക്കുറിച്ചും വല്ല പിടിയുണ്ടോ? അത് കഴിയുമ്പോൾ ഗൃഹമാകുന്ന ആ ഗൃഹസ്ഥാശ്രമമാകുന്ന കൂട്ടിലേക്കാണ് പിന്നെ പോകുന്നത്. അവിടെ ഇങ്ങനെ കുറെ കഴുതയമാതിരി ജോലി എടുത്തതിന് ശേഷം പിന്നെന്തോ ചെയ്യും? വീട് കാവലിന് വേണ്ടി വാർദ്ധക്യത്തിലിരിക്കുന്നു. അതിനുശേഷം ശരീരം ജീർണിച്ച് നഷ്ടപ്പെടുന്ന ശരീരം ഇവിടെ നഷ്ടപ്പെടുത്തിയിട്ട് ആത്മചൈതന്യം പരമാത്മാവിന്റെ നമ്മുടെ കർമ്മം അനുസരിച്ച് പരമാത്മാവ് പുതിയ പുതിയ ജീവിതഗതികൾ കൊടുക്കുന്നു. അപ്പോൾ അതിനിടയിൽ എവിടെയാണ് ഇവിടെ പ്രകൃതിയെ നോക്കാനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഭഗവാനെ അറിയുവാനും ഈ പ്രപഞ്ചത്തിന്റെ ഓരോ വിശേഷ ഘടനകളെക്കുറിച്ച് മനസ്സിലാക്കാനും ജീവപ്രകൃതിയെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ആർക്കാണ്, എവിടെയാണ് നേരം? അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് മാത്രമേ അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ സർവ്വതിൻ്റെയും ഇവിടെ കാണുന്നതിൻ്റെയും കാണാത്തതിൻ്റെയും എന്താണോ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു ബ്രഹ്മാണ്ഡം, ഈ മുട്ട, ഇതിനകത്തിൽ എന്തൊക്കെയാണെന്ന് ആർക്കറിയാം? അറിയാവുന്നവൻ ഒരാളേ ഉള്ളൂ, സൃഷ്ടിച്ച ആളിന് അല്ലേ? ഒരു വലിയ ശില്പിയെ കൊണ്ട് അല്ലെങ്കിൽ വലിയ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ഒരു മഹാസൗധം പണിയിക്കുകയാണ്. ആ പണിയിച്ച ആളിനും അറിയായിരിക്കും, പണിഞ്ഞ ആളിനും അറിയായിരിക്കും അതിൽ എത്ര അറകളും രഹസ്യമായിട്ടുള്ള ഭാഗങ്ങളും എന്തൊക്കെയുണ്ടെന്ന്. കാണാൻ ചെന്ന് നിൽക്കുന്നവരെല്ലാം അത് കണ്ടു കേട്ട് പോരുന്നവര് പുറമേ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ടിങ്ങ് പോരും. യഥാർത്ഥത്തിൽ അത് പണിഞ്ഞവനറിയാം ഇതിൽ എന്തൊക്കെ സംഭവങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചം പണിഞ്ഞ ആ ഭഗവാൻ അറിയാം. ആരെ കൊണ്ടാണ് പ്രപഞ്ചം ഭഗവാൻ പണിയിച്ചേ? ഭഗവാൻ നേരിട്ട് ഇറങ്ങി വന്ന് പണിഞ്ഞതാണോ? അല്ല. ഇതൊന്ന് പണിഞ്ഞെടുത്ത് ഇവിടെ കുറെ ജീവജാലങ്ങളെയൊക്കെ വേണം, അതിങ്ങളുടെയൊക്കെ ഈ ജീവിതം കണ്ട് എനിക്കൊന്ന് ആനന്ദിക്കണം എന്നൊക്കെ തോന്നിയപ്പോൾ ആ ലീലാ നാടകത്തിന്റെ സൂത്രധാരനായ ഭഗവാൻ തന്നിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ഇച്ഛാശക്തി ക്രിയാശക്തി മായാശക്തി സ്വരൂപിണിയായ ആ സർവ്വതിൻ്റെയും സാക്ഷിഭൂതനായ ഭഗവാൻ ആ തൻ്റെ മായാശക്തിയെ കൊണ്ടാണ് ഇത് സൃഷ്ടിപ്പിച്ചത്. അപ്പോൾ ആ സൃഷ്ടിയിലാണ് പിന്നീട് വന്ന ത്രിഗുണങ്ങൾക്ക് അധിപനായിട്ടുള്ള ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ സൃഷ്ടിച്ചതും താങ്കൾക്ക് പറ്റുന്ന ഓരോ കർമ്മങ്ങളിൽ അവരെ വ്യാപൃതരാക്കിയതും അങ്ങനെ ഈ പ്രപഞ്ച ഘടനയെല്ലാം ഇങ്ങനെ വിധാനം ചെയ്തതും ഇതെങ്ങനെയൊക്കെയാണ് വിധാനം ചെയ്തിരിക്കുന്നതെന്നും ഇതിന്റെ 24 ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും ഭാഗവതത്തിലെ ആദ്യ ഭാഗങ്ങളിൽ വളരെ വ്യക്തമായി പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇവിടെ സർവഹ എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? സർവ്വതിന്റെയും ഉടമസ്ഥനായ ഭഗവാൻ. അടുത്ത ശ്ലോകത്തിന്റെ ആദ്യ വാക്കാണ് ഞാൻ ഇപ്പോൾ വിശദീകരിച്ചത്. സർവ ശർവ ശിവസ്ഥാണുർ ഭൂത നിതിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രപുരീശ്വര. അതിലെ സർവ എന്ന വാക്കിന്റെ അർത്ഥമാണ് പറഞ്ഞത്.
അതിനു മുമ്പുള്ള യോഗോ യോഗവിദാം നേത പ്രധാന പുരുഷേശ്വര നാരസിംഹ വപുഹു ശ്രീമാൻ കേശവ പുരുഷോത്തമ. അത് നമ്മൾ പറഞ്ഞു നിർത്തി. അടുത്ത ശ്ലോകമാണ് സർവ. സർവ എന്ന വാക്കിന്റെ അർത്ഥം വിശദമാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ശർവ, സർവ ശർവ, ശർവാഹ. ശർവഹ എന്ന് വെച്ചാൽ എന്താണ്? ശിവസ്വരൂപത്തിൽ സംഹരിക്കുന്നത് ആ മഹാവിഷ്ണുവായ പരമാത്മ ചൈതന്യം തന്നെയാണ് ശർവ. ശർവൻ എന്ന് പറയുന്നത് ശിവ ചൈതന്യത്തെയാണ്. അപ്പോൾ സർവ ശർവ ശിവസ്ഥാണുർഭൂത നിതിരവ്യയ. അപ്പോൾ സർവതിൻ്റെയും വഹിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ശർവനായി ശിവസ്വരൂപത്തിൽ സംഹാരരൂപിയായി ആ മഹാവിഷ്ണുവായ ആ പരമമായ ആത്മചൈതന്യമാണ് ശിവ ഭഗവാനായി ശർവ എന്ന പേരിൽ ഇവിടെ വിരാജിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞു ഭൂതകൃത് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഭൂതകൃത് എന്ന് വെച്ചാൽ എന്തുവാ? ഭൂതങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്ന രൂപത്തിൽ ഭഗവാൻ ഇവിടെ അവതാരം ചെയ്തു. അത് ഏത് രൂപമാണ്? ബ്രഹ്മദേവനായിട്ട് വന്നത് ഭഗവാനാണ്. ഭൂതകൃത് എന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഭൂതഭൃത് എന്ന് പറഞ്ഞു. ഭൂതങ്ങളെയെല്ലാം പരിപാലിക്കുന്നവൻ അതാരായിരുന്നു? വിഷ്ണു ഭഗവാൻ. ആ വിഷ്ണുവും മഹാവിഷ്ണുവും തമ്മിൽ വ്യത്യാസമുണ്ട്. മഹാവിഷ്ണു എന്ന് വെച്ചാൽ ഇവരെയൊക്കെ ഈ ജോലി ഏൽപ്പിക്കുന്ന ആദ്യന്തരഹിതനായ ആ ദിവ്യ പരമോത്തമനായ ആ ആദിനാരായണനാണ് മഹാവിഷ്ണു. അപ്പോൾ ഭൂതഭൃത് പറഞ്ഞു. ശർവ എന്ന് വെച്ചാൽ സംഹാര രൂപത്തിൽ ശിവനായി ഇവിടെ നിലകൊള്ളുന്നതും ആരാണ്? സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിന്റെ ആ ഒരു സംഹാര രൂപത്തെയാണ് ഇവിടെ ശർവഹ എന്ന് പറഞ്ഞത്. അപ്പോൾ സർവ എന്താന്ന് പറഞ്ഞു, ശർവഹ എന്താണെന്ന് പറഞ്ഞു. അടുത്തത് നമുക്ക് നോക്കാം. സർവശർവ. പിന്നെയോ ശിവഹ. ശിവഹ എന്ന് വെച്ചാൽ എന്തോ? ശിവം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം മംഗളസ്വരൂപനായ ശിവനായിട്ട് വന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ശിവചൈതന്യമായി നിലകൊള്ളുന്ന ആത്മാവാണ് ശിവൻ. ആ ശിവൻ എപ്പോഴാണോ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആ നവദ്വാരങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നത്, അപ്പോഴാണ് നാം ആരായി മാറുന്നത്? ഇത് വെറും ജഡമായി ശവമായി മാറുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ പുരത്തിൽ 9 ദ്വാരങ്ങളുള്ള കവാടങ്ങളുള്ള ഈ പുരത്തിൽ ജീവിക്കുന്നവനാണ് ആ പുരുഷോത്തമനായ ഭഗവാൻ എന്ന്. അപ്പോൾ നമ്മൾ ഈ സഹസ്രനാമത്തിന്റെ ഓരോരോ അർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കി വരുമ്പോൾ ഇവിടെ ആകെയുള്ളത് ഒന്നു മാത്രം. ഞാനും നീയും കാണുന്നത് ഒന്നുമല്ല. എല്ലാം ഞാനും നീയും കാണുന്നതും എല്ലാം ആരാണ്? ഭഗവാൻ തന്നെയാണെന്നുള്ള ആ പൂർണ്ണമായ ആ ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരും. ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും മനസ്സിലാക്കാത്ത ധാരാളം പേര്, മനസ്സിലാവാത്തവരുണ്ട്. ഇവിടെ കാണുന്നതെല്ലാം ഒന്നാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇവിടെ എല്ലാം വ്യത്യസ്തമല്ലേ കാണുന്ന ജീവപ്രകൃതികളെല്ലാം? ജീവനുള്ളവയും ഇല്ലാത്തതും എല്ലാം വ്യത്യസ്തമല്ലേ? പിന്നെ എങ്ങനെ ഒന്നാവുന്നേ? മനുഷ്യരെല്ലാം ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ പറയും മനുഷ്യൻ പറയുന്ന ഒരു വംശം ഒന്നായിരിക്കാം, പക്ഷേ ഞങ്ങളെല്ലാം വ്യത്യസ്തരല്ലേ? എല്ലാവരിലും വ്യത്യസ്തതയല്ലേ ഉള്ളത്? ആരും ആരെയും പോലല്ലല്ലോ, എല്ലാം യുണിക് അല്ലേ എന്ന് ചോദിക്കും. ആണ്. പക്ഷെ ഈ യുണിക്കിനുള്ളിലും എല്ലാവരെയും, ഈ ഏകത്വത്തിനുള്ളിലും എല്ലാവരിലും, ഈ വൈവിധ്യത്തിനുള്ളിലും എല്ലാറ്റിലും ഇരിക്കുന്ന ആ ഉണ്മ എന്ന ആ സത്തെന്ന അവസ്ഥയുണ്ടല്ലോ, അതില്ലെങ്കിൽ പിന്നെ എല്ലാം ജഡമല്ലേ? ആ അവസ്ഥയാണ് ഇവിടെ ഭഗവാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാം വ്യത്യസ്തമാണെങ്കിലും വ്യത്യസ്തതയെ ചലിപ്പിക്കുന്ന, പ്രവർത്തിപ്പിക്കുന്ന, കർമ്മ നിരതമാക്കുന്ന എല്ലാം, ഇവിടെ ഒരു ഉറുമ്പിന് പോലും അതിൻ്റെതായ ഡ്യൂട്ടിയുണ്ട്. എല്ലാറ്റിനും ഡ്യൂട്ടിയുണ്ട്. ആ ഡ്യൂട്ടി എല്ലാം കൊടുത്ത് അതാത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ ഓരോരുത്തരെയും പ്രാപ്തമാക്കുന്ന ജീവചൈതന്യത്തെ നിലനിർത്തുന്ന പരമാത്മ ചൈതന്യം ആ ഏകത്വമാണ്. അതുകൊണ്ടാണ് ഇവിടെ കാണുന്നതെല്ലാം വിശാലമായ ഉന്നതമായ അർത്ഥത്തിൽ നമ്മൾ പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണെന്ന്. അതൊന്നും മനസ്സിലാക്കാതെ ആ വളരെ താഴ്ന്ന ആ ഒരു അറിവിൽ നിൽക്കുമ്പോൾ, ജ്ഞാനത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതെല്ലാം വൈവിധ്യമല്ലേ, എന്തുകൊണ്ടാണ് ഈ ഒന്നൊന്ന് പറയുന്നത് എന്ന്. പക്ഷേ അതിന് ഈ വിഷ്ണു സഹസ്രനാമം
എടുത്ത് അർത്ഥം പറയുവാൻ എന്നെ ഭഗവാൻ പ്രേരിപ്പിച്ചത് ഇതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ നിരന്തരം എല്ലാം ഒന്നാണെന്നും ഒന്നിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോഴും എന്നെ മനസ്സിലാകാത്ത ധാരാളം ആൾക്കാരുണ്ട്. പക്ഷെ ആ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഓരോ ഗുണങ്ങളും വർണ്ണിക്കുമ്പോൾ ഇവിടെ ഇനി മറ്റൊന്നുമില്ല, എല്ലാം ഒന്ന് തന്നെ എന്ന് വീണ്ടും 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 അരക്കിട്ടുറപ്പിക്കുകയാണ് ഈ ഓരോ വാക്കിൻ്റെയും അർത്ഥത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ആ ഒരു ഭഗവാന്റെ നാമത്തിലേക്ക് കടക്കാം. അപ്പോൾ സർവ ശർവ ശിവഹ വരെ നമ്മൾ പറഞ്ഞു. ഇനി സ്ഥാണു, സ്ഥാണുഹു എന്ന വാക്ക് നോക്കാം. സ്ഥാണു എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നരസിംഹ അവതാരത്തിൽ പറഞ്ഞു സ്ഥാണു എന്ന് പറഞ്ഞു എന്തായിരുന്നു? അത് തൂണാണ്. തൂണിൽ നിന്നല്ലേ ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിക്കുവാൻ വേണ്ടി ഹിരണ്യകശിപിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ അവതാരം ചെയ്തത്. അപ്പോൾ സ്ഥാണു എന്നാൽ തൂണ്. അപ്പോൾ തൂണെന്ന് വെച്ചാൽ എന്തിനാണ്? ഒരു തൂണ്, ഒരു കെട്ടിടത്തിന് തൂണൊക്കെ എന്തിനാണ് പണിയുന്നത്? അതിനെ താങ്ങി നിർത്താനാണ്. അപ്പോൾ സ്ഥാണു എന്നാൽ സ്ഥിരമായി എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നവൻ, തൂണായി നിൽക്കുന്നവൻ. ഈ അണ്ടകടാഹങ്ങൾക്കെല്ലാം തൂണായി നിലനിൽക്കുന്നവനാണ് ഈ ബ്രഹ്മാണ്ഡങ്ങൾ, അനവധി ഗ്രഹങ്ങൾ, അറിയുന്നതും അറിയാത്തതുമായ നക്ഷത്രജാലങ്ങൾ, ഗാലക്സികൾ അല്ലേ? അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നത്? മനോഹരമായ പതക്കങ്ങൾ പതിച്ച ഒരു മേലാപ്പ് പോലെയല്ലേ ആകാശം കാണുന്നത്? അതൊക്കെ എന്താണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ ചിന്തിക്കാൻ പോയാൽ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതെല്ലാം എന്താണെന്നും ഇതൊക്കെ ഓരോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ ആണെന്നും ഒക്കെ നമ്മൾ വിശകലനം ചെയ്താൽ മനസ്സിലാകും. ഇതിനെയെല്ലാം പരസ്പരം കൂട്ടിമുട്ടാതെ അതാത് സ്ഥാനങ്ങളിൽ അതാതിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതാതിന്റെ പരിവൃത്തിയിൽ അതാതിന്റെ ആകർഷണ വലയത്തിൽ ഓരോന്നും ഇങ്ങനെ അതിന്റെ ഓർബിറ്റുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ ആ ഒരു എല്ലാവർക്കും ആ നിർദ്ദേശം കൊടുത്ത് അതാതിന്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കൊടുക്കുന്ന ഏകനായ ആ ഒരാളുണ്ട്. ഇതിനെയൊക്കെ സൃഷ്ടിച്ച ആള് നമ്മൾ ആരെങ്കിലും ആണോ? നമ്മൾ അതിന്റെ ഇടയ്ക്കൊന്ന് വരുന്നു, ഒരു മിന്നൽ പോലെ തിരിച്ചു പോകുന്നു. നിമിഷങ്ങളേ ഉള്ളൂ മറ്റ് ഗ്രഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചം പോലെ വന്നൊന്ന് ജ്വലിക്കുന്നു, തിരിച്ചെവിടെയോ ഇരുട്ടിൽ പോയി മറയുന്നു. അത്രയേ ഉള്ളൂ മനുഷ്യജന്മം. അപ്പോൾ ഇവിടെ സ്ഥാണുവായി നിൽക്കുന്ന ആരാണ്? ഭഗവാനാണ്. എല്ലാറ്റിനെയും ഈ താങ്ങി നിൽക്കുന്ന ആ ഏക ഘടകം, അതാണ് സ്ഥാണുഹു. അപ്പോൾ അടുത്ത പദം ഭൂതാദി. ഭൂതാദി എന്ന് വെച്ചാൽ എന്താണ്? ഭൂതം. നേരത്തെ തൊട്ട് നമ്മൾ ആ പദത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ ഭൂതങ്ങളെയും എല്ലാ ചരാചരങ്ങളെയും ഇവിടെ നമുക്ക് അതിന്റെ എല്ലാത്തിന്റെയും ഭൂതങ്ങളുടെ എല്ലാറ്റിന്റെയും ആദിയിലുള്ളത് അതാണ് ഭൂതാദി. ഭൂതങ്ങളുടെ എല്ലാം ആദിയിലുള്ളത്. ഇവിടെ സൃഷ്ടി നടക്കുന്നതിന് മുമ്പ് ഇവിടെ ആദ്യം ഈ സൃഷ്ടിക്കാൻ ദേവിയേക്ക് പ്രേരണ കൊടുത്ത് ദേവിയെ കൊണ്ട് മായാശക്തിയെ കൊണ്ട് ചെയ്യിച്ച ആ ആൾ ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സൃഷ്ടിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ നിതാന്തമായിട്ടുള്ള ആ അവസ്ഥയിൽ ഇവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ആരാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ ശാസ്ത്രം പറയും നിശബ്ദതയായിട്ടാ. ശാസ്ത്രത്തിന് അതിനൊരു ഉത്തരമില്ല. അവർ പറയും അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇങ്ങനെ ഭയങ്കര ഒരു ഹുങ്കാര ശബ്ദത്തിൽ, ഒരു പ്രചണ്ഡമായ ഒരു ശബ്ദത്തിലെല്ലാം തകർന്നു പൊട്ടി തെറിച്ചു എന്നൊക്കെ പറയും. അതാണ് ബിഗ് ബാങ് തിയറിയൊക്കെ പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ച് ഭാഗവതത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ ശാസ്ത്ര സമൂഹം ഇരുട്ടിൽ തപ്പുമ്പോൾ ഭാരതത്തിന്റെ സനാതനധർമ്മത്തിന്റെ മൂലക്കല്ലുകളായിട്ടുള്ള ആ ആദ്യ ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി മഹർഷീശ്വരന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ആ ഭൂതങ്ങൾക്കെല്ലാം ആദിയായിട്ടുള്ളവൻ. പിന്നെയോ നിധിരവ്യയ, അവ്യയം എന്ന പദം മുമ്പും വന്നിട്ടുണ്ട്. വ്യയം ഇല്ലാത്ത. അപ്പോൾ നിധിരവ്യയ, അപ്പോൾ അവ്യയമായ നിധി ഉള്ളത്. എന്തുവാ? അവ്യയമായ നിധിയെല്ലാം സൂക്ഷിക്കുന്നവൻ. അതായത് ഒരു കുറവുമില്ലാത്ത എല്ലാ നിധിയും ഭഗവാനിൽ തന്നെ നിറഞ്ഞു. എന്താണ് നിധി? ഇപ്പം കൽപ്പാന്തത്തിലുണ്ടാകുന്ന പ്രളയത്തിൽ എല്ലാം ഭഗവാനിൽ തന്നെ വന്ന് ലയിക്കുന്നു. അതുപോലെ തന്നെ വീണ്ടും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈ ലയിച്ച എല്ലാ സൃഷ്ടികളും ഭഗവാനിൽ നിന്ന് തന്നെ പുറത്തേക്ക്
ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ആ നിധിയെയെല്ലാം അവ്യയമായി സൂക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ. അതാണ് നിധി അവ്യയ എന്ന് പറഞ്ഞേക്കുന്നത്. യാതൊരു മാറ്റവുമില്ലാത്ത അല്ലെങ്കിൽ യാതൊരു കുറവുമില്ലാത്ത ആ നിധി സൂക്ഷിക്കുന്ന ആൾ. അപ്പോൾ പ്രളയകാലത്തും അതുപോലെ തന്നെ വീണ്ടും ലോകത്തിന്റെ ആരംഭകാലത്തും എല്ലാം ഒന്നിലേക്ക് വന്ന് നിറയുകയും യാതൊരു കുറവുമില്ലാതെ മാറ്റവുമില്ലാതെ നാശവുമില്ലാതെ വീണ്ടും അവ അതേപോലെ തന്നെ പ്രകടീഭൂതമാക്കുകയും ചെയ്യുന്ന ആ ഭഗവാൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഈ വാക്കിന്റെ അർത്ഥം. അടുത്ത പദം നമുക്ക് നോക്കാം. അപ്പോൾ സർവശർവ ശിവസ്ഥാണുർ ഭൂത നിധിരവ്യയ. അടുത്തത് സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. അപ്പോൾ സംഭവ എന്ന പദത്തിന്റെ അർത്ഥം നോക്കാം. സംഭവ ജനിക്കുക അല്ലെങ്കിൽ സംഭവിക്കുക എന്ന് വെച്ചാൽ എന്തോ, ജനിക്കുക അല്ലെങ്കിൽ സംഭവിക്കുക. അപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് ജനിക്കുന്നത്? സ്വന്തം ഇച്ഛാശക്തിയിലാണ് ഭഗവാൻ ജനിക്കുന്നത്. എപ്പോഴാണ് ഭഗവാൻ ജനിക്കുന്നത്? ഭഗവാൻ ഏതെങ്കിലും ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ബ്രഹ്മദേവന്റെ സൃഷ്ടിയാണോ ഭഗവാൻ? അല്ല, സ്വന്തം ഇച്ഛയിലാണ് ഭഗവാൻ ജനിക്കുന്നത്. എപ്പോഴാണ്? അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് ഭഗവാൻ സ്വന്തം ഇച്ഛയിൽ ജനിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ നടക്കുന്ന ആ ഭൂമിയെ ആരൊക്കെയാണോ അധർമ്മത്തിന്റെ ഒരു പൂരക്കളമാക്കി മാറ്റുന്നത്, ആ അധർമ്മികളെയെല്ലാം ഉന്മൂലനം ചെയ്ത് ധർമ്മത്തെ രക്ഷിച്ച് സാധുക്കളെ പരിത്രാണനം ചെയ്യുവാൻ വേണ്ടി അതാത് യുഗങ്ങളിൽ ഭഗവാൻ അവതരിക്കുന്നു സ്വന്തം ഇച്ഛയാൽ. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗങ്ങളിലും ഭഗവാൻ സംഭവിക്കുന്നു. അവിടെ സംഭവ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ജനിക്കുന്നു, സംഭവിക്കുന്നു എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ വിശേഷിപ്പിക്കുന്നത് ഇതിൽ വീണ്ടും ആവർത്തിക്കുകയാണ് ശ്രീ വേദവ്യാസ മഹർഷി. അപ്പോൾ സംഭവ എന്ന് വെച്ചാൽ ഭഗവാൻ വീണ്ടും വീണ്ടും ജനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത പദം ഭാവനഃ. ഭാവന എന്ന് വെച്ചാൽ എന്തുവാണ്? ഭാവന നേരത്തെ പറഞ്ഞതാണ്. ഭാവന എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ഉള്ളത് അതിനെയാണ് ഭാവന, അല്ലെ സത്തിനെയാണ് ഭാവന എന്ന് പറയുന്നത്. ആ എല്ലാറ്റിനും ജീവൻ സത്ത് കൊടുക്കുന്ന ആൾ. ഓരോരുത്തരും അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളെ ആ കർമ്മങ്ങൾക്കനുസരിച്ച് സത്കർമ്മികൾക്ക് അതേ കർമ്മഫലം, ദുഷ്കർമ്മം ചെയ്യുന്നവർക്ക് ആ കർമ്മഫലം. അങ്ങനെ സൂക്ഷ്മ ശരീരത്തിലിരുന്നു കൊണ്ട് ആ ബോധരൂപത്തിൽ ഭഗവാൻ ആ കർമ്മങ്ങളെ എല്ലാം സ്വീകരിച്ചിട്ട് ആ കർമ്മം അനുസരിച്ച് ഫലം കൊടുത്ത് സഞ്ചിത കർമ്മഫലങ്ങൾ കൊടുക്കുന്ന ആളാണ് ആ ഭാവന. ഭാവന എന്ന് വെച്ചാൽ ഭാവന കൊണ്ട്, ഭാവന എന്ന് വെച്ചാൽ ഇവിടെ ആ എല്ലാറ്റിനും ഭാവത്വം കൊടുക്കുന്ന ആളാണ് ഭഗവാൻ. ആ സത്തായിട്ട് ഉണ്മയായി എല്ലാറ്റിലും നിലകൊള്ളുന്ന ആള്. അടുത്തത് ഭർത്ത എന്ന് വെച്ചാലോ ഈ ഇപ്പം ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയത്തില്ലയോ? ആ ഭർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഭരിക്കുക എന്നുള്ള വാക്കല്ല അതിന്റെ അർത്ഥം. പിന്നെയോ ഈ കാക്കുന്ന ആൾ, കരുതുന്ന ആൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുകയും കാക്കുകയും കരുതുകയും ചെയ്യുന്ന ആൾ എന്ന അർത്ഥത്തിലാണ് ഭർത്ത എന്ന പദം ഇവിടെ വിവക്ഷിക്കുന്നത്. അടുത്തത് പ്രഭവ. അതായത് പ്രഭവം എന്ന് വെച്ചാൽ എന്താണ്? ഉദ്ഭവം. അപ്പോൾ എല്ലാറ്റിൻ്റെയും അതായത് പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനമായിരിക്കുന്ന ആ ഭഗവാൻ പ്രഭവമായിരിക്കുന്ന ആൾ, പ്രപഞ്ചത്തിന്റെ ഉദ്ഭവമായ ആൾ. അടുത്തത് പ്രഭു എന്ന പദത്തിന്റെ അർത്ഥം തന്നെ സൃഷ്ടികളുടെ എല്ലാം പ്രഭുവായി മാറിയിരിക്കുന്നു ഭഗവാൻ. എല്ലാറ്റിൻ്റെയും പ്രഭു, താൻ സൃഷ്ടിച്ചതാണ് ഈ പ്രകൃതിയും ജീവജാലങ്ങളും മനുഷ്യ സമൂഹത്തെ എല്ലാറ്റിൻ്റെയും. അതിൻ്റെ എല്ലാം പ്രഭുവിൻ്റെ സ്ഥാനത്ത് സ്വാമിയായി പരമാത്മാവായി നിലകൊള്ളുന്ന ആ ഭഗവാനാണത്. അതിനെയാണ് പ്രഭു എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകങ്ങളോടെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. സർവശർവ ശിവ സ്ഥാണുർഭൂതാനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര.
നമ്മൾ അതിന് മുമ്പത്തെ ശ്ലോകമാണ് ആദ്യം നോക്കിയത്. യോഗോ യോഗവിദാം നേത പ്രധാന പുരുഷേശ്വര നാരസിംഹ വപുഹു ശ്രീമാൻ കേശവ പുരുഷോത്തമ സർവ ശർവ ശിവസ്ഥാണുർഭൂതാനിധിർ അവ്യയഃ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വര. അപ്പോൾ ഈ പദങ്ങളുടെയൊക്കെ ഓരോ വാക്കിൻ്റെയും അർത്ഥം വ്യക്തമായി മനസ്സിലായി കാണും എന്ന് കരുതുന്നു. അങ്ങനെ നന്നായി മനസ്സിലാക്കി ഭക്തിയോടുകൂടി ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കുവാനുള്ള ഒരു യാത്രയാണ് ഈ പഠനം. അപ്പോൾ ഈ യാത്രയിലുടനീളം ഭഗവാന്റെ വ്യത്യസ്തമായ ഗുണങ്ങളും ഭഗവാൻ മാത്രമേ ഇവിടെയുള്ളൂ എന്ന ഏകത്വമായിട്ടുള്ള ആ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു അവസ്ഥയും നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ഭഗവത് ചൈതന്യം മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിയുകയുള്ളൂ. ആ ഒരു തിരിച്ചറിവാണ് നമുക്ക് ഈ വിഷ്ണു സഹസ്രനാമ പഠനത്തിലൂടെ ലഭിക്കുന്ന അറിവും ബോധവും എല്ലാം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഇത് തെളിഞ്ഞ് പ്രകാശിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.